സർവീസിൽ നിന്ന് വിരമിക്കാൻ ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെയാണ് DGP TP സെൻകുമാർ സംസ്ഥാന സർക്കാരിനെതിരെ സുപ്രീംകോടതിയെ സമീപിക്കാൻ വീണ്ടും നടപടി ആരംഭിച്ചിരിക്കുന്നത്. ഏപ്രിൽ 4-ാം വാരമാണ് സംസ്ഥാന പോലീസ് മേധാവിയായി സെൻകുമാറിന് പുനർനിയമനം നൽകാൻ സുപ്രീംകോടതി ഉത്തരവിട്ടത്. എന്നാൽ നിയമനം നൽകുന്നത് സർക്കാർ വൈകിപ്പിച്ചു. ഇതിനെതിരെ സെൻകുമാർ നൽകിയ കോടതിയലക്ഷ്യ ഹർജി പരിഗണിക്കവേ ഉത്തരവ് നടപ്പിലാക്കാൻ വൈകിയതിന് ചീഫ് സെക്രട്ടറി നളിനി നെറ്റോ സുപ്രീംകോടതിയിൽ നിർവ്യാജം ഖേദം രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ DGP സ്ഥാനത്ത് പുനർനിയമനം നൽകിയതിനു ശേഷം ആ പദവിയിൽ പ്രവർത്തിക്കുന്നതിന് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സർക്കാർ തടസ്സം സൃഷ്ടിച്ചുവെന്നാണ് സെൻകുമാറിന്റെ പരാതി. സംസ്ഥാന പോലീസ് മേധാവിയുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നതിന് സർക്കാർ പുറത്തിറക്കിയ ഉത്തരവുകളുടെ പകർപ്പുകൾ സെൻകുമാർ അഭിഭാഷകർക്ക് കൈമാറി. വിദേശ സന്ദർശനം കഴിഞ്ഞ് മടങ്ങിയെത്തിയ സീനിയർ അഭിഭാഷകൻ ദുഷ്യന്തവെ സർക്കാർ രേഖകളും മറ്റും പരിശോധിച്ച ശേഷമാണ് കോടതിയലക്ഷ്യ ഹർജി ഫയൽ ചെയ്യാമെന്ന നിയമോപദേശം നൽകിയത്. കോടതി ഉത്തരവിനോടുള്ള അവഹേളനമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നും ഇക്കാര്യം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നുമാണ് ദവെയുടെ നിയമോപദേശം. ഇതിനിടെ കഴിഞ്ഞ ദിവസം സെൻകുമാർ കൊച്ചിയിൽ വെച്ച് കേസുമായി ബന്ധപ്പെട്ട അഭിഭാഷകരുമായി കൂടിയാലോചന നടത്തിയിരുന്നു. സർവീസിൽ നിന്ന് വിരമിക്കുന്നതിന് തൊട്ടുമുമ്പുള്ള ദിവസങ്ങളിൽ സെൻകുമാറിനെതിരെ സർക്കാർ അച്ചടക്ക നടപടി സ്വീകരിച്ചേക്കുമെന്നാണ് സൂചന. ഇതുകൂടി ചൂണ്ടിക്കാട്ടി വിരമിച്ചതിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ സെൻകുമാർ സർക്കാരിനെതിരെ സുപ്രീംകോടതിയെ സമീപിക്കാനാണ് സാധ്യത. കോടതിയലക്ഷ്യ ഹർജിയിൽ ചീഫ് സെക്രട്ടറി, ആഭ്യന്തര സെക്രട്ടറി എന്നിവരെ എതിർകക്ഷിയാക്കുമെങ്കിലും മുഖ്യമന്ത്രിയെ എതിർകക്ഷിയാക്കുന്ന കാര്യത്തിൽ ഇതുവരെ അന്തിമ തീരുമാനമായിട്ടില്ല. PS വിനയ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.